എൻ്റെ പേര് ഫാദർ പീറ്റർ ആലക്കാടൻ. ഞാൻ കറുകുറ്റി സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറൈൻ പള്ളിയിലെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഇടവകയെ ആത്മീയമായി ഉണർത്തുവാനായിട്ട് ധ്യാനങ്ങൾ നടക്കാറുണ്ട്. ഞങ്ങളുടെ ഇടവകയിലും പോപ്പുലർ മിഷൻ ധ്യാനം വളരെ മനോഹരമായിട്ട് വിൻസെൻഷ്യൻ വൈദികർ നടത്തി. 4 കേന്ദ്രങ്ങളായിട്ട് തിരിച്ച് എല്ലാ ഇടവകയുടെ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാവരും വന്ന് ദൈവവചനത്തെക്കുറിച്ച് കേൾക്കുവാനും ആത്മീയമായിട്ട് ഉണരുവാനും എല്ലാവരുടെയും ഇടയിൽ സ്നേഹത്തിൻ്റെ ദൈവവചനത്തിൻ്റെ വിത്തുകൾ പാകുവാനും വിൻസെൻഷ്യൻ വൈദികർക്ക് സാധിച്ചു. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വചനം മനുഷ്യഹൃദയങ്ങളിൽ പാകി അടിയുറച്ച് വേരൂന്നി വളർന്നുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആത്മീയ ജീവിതത്തിന്, വിശ്വാസ ജീവിതത്തിന് കരുത്തു പകരുക. പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഇത് സഫലമാക്കപ്പെട്ടുവെന്ന് ദൃഢമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടാകട്ടെ. ഈ ആത്മീയമായ ഉണർവ് എല്ലാവർക്കും ലഭിക്കട്ടെ. അവരുടെ കുടുംബത്തിന് ബലമാകട്ടെ. അവരുടെ വിശ്വാസ ജീവിതത്തിന്, പ്രാർത്ഥനാ ജീവിതത്തിന് കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം, പോവുക നാം യേശുവിന്റെ പിന്നാലെ. വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം, പോവുക നാം യേശുവിന്റെ പിന്നാലെ. പ്രത്യാശത്വം കാലവുമായി നാം യേശുവിന്റെ പിന്നാലെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 9-ാം വാക്യം നീ എവിടെയാണ് ചോദിക്കുന്ന കർത്താവ്. 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ വരുമ്പോൾ ചോദിക്കും നിന്റെ സഹോദരൻ ആബേൽ എവിടെയാണ്. ഇത് സഹോദരനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട വ്യക്തികൾ കാണാം. ആബേലിന്റെ സ്ഥാനത്ത് നമ്മുടെ സഹോദരങ്ങളാകാം, സഹോദരിമാരാകാം, അയൽവാസികളാകാം, ഇടവ സമൂഹത്തിലെ ആളുകളാകാം, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു വ്യക്തികളാകാം. കർത്താവ് ചോദിക്കും നിന്റെ സഹോദരങ്ങളുമായി കൂടെ നടക്കാൻ കഴിയുന്ന ഒരു മാനസിക ആത്മീയ ചൈതന്യം നിന്നിൽ ഉണ്ടോ എന്ന്. സ്നേഹമുള്ളവരെ, സഹോദരങ്ങളുമായി ചേർന്ന് പോകാൻ കഴിയാത്ത വിധം ഞാൻ എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് അകലുന്നുണ്ടെങ്കിൽ ഓർക്കണം. കർത്താവ് നമ്മൾ പറയും, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം പ്രകാരമാണ് കായേൻ്റെ മുഖം കറുത്തു. അവൻ്റെ മുഖം കറുക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം ആബേലിൻ്റെ ബലിയിൽ പ്രസാദിച്ചു. ദൈവം ആബേലിൻ്റെ ബലിയിൽ പ്രസാദിച്ചപ്പോൾ അത് കണ്ട് കായേൻ്റെ മുഖമാണ് കറുക്കുക. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ ഉള്ളിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വിമ്മിഷ്ടത്തോടെ കാണുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാൻ മടിയായി വരുമ്പോൾ, മനസ്സിൽ തിന്മകൾക്ക് ഇടം കൊടുക്കുമ്പോൾ കർത്താവ് ചോദിക്കും നിന്റെ സഹോദരൻ എവിടെയാണ്. ദൈവത്തോടൊപ്പം നമ്മുടെ സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ച് നാം നടത്തുന്ന യാത്രയുടെ പേരാണ് ക്രൈസ്തവ ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവിക ഹൃദയ വികാരം ഉൾക്കൊണ്ട് സഹോദരങ്ങളുടെ കൂടെയുള്ള യാത്രയാകണം നമ്മുടെ ജീവിതം. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ നമ്മളെല്ലാം വളരെയധികം കേട്ടൊരു കഥാപാത്രമാണ് മോശയുടേത്. മോശയെക്കുറിച്ച് പറയുക, മോശ എപ്പോഴും ദൈവസന്നിധിയിലേക്ക് പോകും, മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് തനിച്ചാണെങ്കിലും അവൻ കൊണ്ടു നടക്കുന്നത് ജനങ്ങളുടെ മുഴുവൻ വികാരങ്ങളാണ്, ജനങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും വികാരങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിച്ച് ദൈവത്തിൽ നിന്ന് ദൂത് സ്വീകരിച്ച് ജനങ്ങളോടൊപ്പം നടക്കുന്ന നായകനായിരുന്നു, പ്രവാചകനായിരുന്നു മോശ എന്ന് നിങ്ങൾക്കറിയാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29-ാമത്തെ വാക്യപ്രകാരമാണ് മോശയുടെ മുഖം തേജോമയമായിരുന്നു. വീണ്ടും 35-ാമത്തെ വാക്യത്തിൽ പറയും മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. ഇത് രണ്ടിനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? 28-ാമത്തെ വചനത്തിൽ പറയും 40 രാവും പകലും അവൻ കർത്താവിൻ്റെ കൂടെയായിരുന്നു. 40 രാവും പകലും ദൈവത്തോടൊപ്പമായിരുന്ന തൻ്റെ സഹോദരങ്ങളുടെ ഹൃദയവികാര വിചാരങ്ങളും ആവശ്യങ്ങളും കുറവുകളും ബലഹീനതകളുമെല്ലാം ദൈവവുമായി പങ്കുവെച്ചപ്പോൾ
ദൈവത്തിൻ്റെ കൂടെയായിരുന്ന മോശയുടെ മുഖമാണ് പ്രകാശിക്കുകയും തേജോമയമാവുകയും ചെയ്യുക. ഈ ആത്മീയ വിരുന്ന് നമുക്ക് പ്രധാനം ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന ഇടമാണ് ഈ ദേവാലയം. അതുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ ഒത്തുകൂടി നാം പ്രാർത്ഥിക്കുന്നു, ബലിയർപ്പിക്കുന്നു, ആരാധന നടത്തുന്നു, ഇതുപോലുള്ള കൺവെൻഷൻ നടത്തുന്നു, പോപ്പുലർ മിഷൻ ധ്യാനമെല്ലാം നടത്തുന്നു. നമ്മുടെ മുഖം തേജോമയമാകണം, നമ്മുടെ മുഖം പ്രകാശിക്കണം. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന ബാഹ്യമായ മാറ്റത്തിൻ്റെ അടയാളമാണ് പ്രകാശിതമായ മുഖം. അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയാണ് ഞാനും നിങ്ങളുമെല്ലാം സ്വന്തമാക്കേണ്ടത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിൽ വെച്ച് നാം ഒന്ന് ആത്മശോധന ചെയ്യണം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം നമുക്കെല്ലാം സുപരിചിതമാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അപേക്ഷിക്കുമ്പോഴൊക്കെ കൂടെ നടക്കുന്ന ഒരു ദൈവം. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ എൻ്റെ കൂടെയായിരിക്കുന്ന ദൈവം, ആഗ്രഹിച്ചാൽ മാത്രം മതി എന്നോടൊപ്പം വസിക്കുന്ന ദൈവം. അപ്രകാരം ഒരു ദൈവം കൂടെയുള്ളപ്പോൾ ആ ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലേക്കും പകർത്തിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ ധ്യാനം നമ്മോട് ചോദിക്കുന്നത് ഇതാണ്. ഞാൻ ദൈവത്തോടൊപ്പം നടക്കുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളോടൊപ്പം നടക്കുന്നുണ്ടോ? അതിൻ്റെ പ്രഭയും ചൈതന്യവും പ്രകാശിതമായ മുഖത്തോടെ മറ്റുള്ളവർ പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, ഈ ദിനം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഈ ദിനങ്ങളിലൂടെ എല്ലാം തമ്പുരാൻ നമ്മെ വഴി നടത്തി. വ്യത്യസ്ത അനുഭവങ്ങളിൽ കൂടി നമ്മുടെ ജീവിതങ്ങളിലേക്ക് തമ്പുരാൻ്റെ വചനം ഒഴുകിയിറങ്ങി. നദി പോലെ ഒഴുകി വരുന്ന ആത്മീയ വസന്തത്തിൻ്റെയും വിരുന്നിൻ്റെയും ദിനങ്ങളിലൂടെ കടന്നുപോയി. അവസാനമായി നമ്മൾ ചോദിക്കണം, എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണോ ഞാൻ മുന്നോട്ട് പോവുക? എൻ്റെ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായും ദൈവത്തിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക, ദൈവത്തിന് നിലപാടുകൾ സ്വീകരിക്കുക എന്നിവിടെ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെയും സൂചനയാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഈ ഇടവകയ്ക്ക് ഒരു അനുഗ്രഹമാകണം. ഓരോ കുടുംബത്തിനും അനുഗ്രഹമാകണം, ഓരോ വ്യക്തിക്കും അനുഗ്രഹമാകണം. ആത്മീയ വളർച്ചയിലൂടെയാണ് സാധ്യമാവുക. ദൈവം കൂടെയുള്ളവർക്ക് ആത്മീയമായി വളരാതിരിക്കാനാവില്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്കിതിന് പ്രതിജ്ഞ എടുക്കണം. എന്നും തമ്പുരാൻ്റെ കൂടെ നടക്കാൻ ദൈവമേ ഞാൻ തയ്യാറാണ്. എൻ്റെ ബലഹീനതകളും കുറവുകളും പോരായ്മകളും നിൻ്റെ മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിന് കൂടെ നടക്കാനുള്ള ശപഥം എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ആ വലിയ പ്രതീക്ഷയോടെ ഈ ധ്യാനത്തിൻ്റെ സമാപന ദിനത്തിൽ നമുക്ക് തുടർന്ന് ശുശ്രൂഷകൾ പങ്കുചേരാം. ഒരു വാക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ബഹുമാനപ്പെട്ട വികാരി അച്ഛനും അച്ഛനോടൊപ്പമുള്ള പീറ്റർ അച്ഛനും ജോസഫ് അച്ഛനും ഒക്കെയാണ്. കൈക്കാരന്മാർ വയസ്സുമെല്ലാം സിസ്റ്റേഴ്സ് എല്ലാം ചേരുന്ന എത്ര മനോഹരമായിട്ടാണ് ഈ ദിനങ്ങളിലെല്ലാം നമ്മുടെ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നത്. വികാരി അച്ഛൻ പറയുകയായിരുന്നു, ഈ ദിനങ്ങൾ ഏറ്റവും മനോഹരമായി എല്ലാ സെൻറ്റേഴ്സിലും നിങ്ങളെല്ലാം ഒത്തുകൂടി മനോഹരമായി വചനം ധ്യാനിച്ചു. ധ്യാനത്തിലൂടെ തീർച്ചയായും അതിൻ്റെ ചൈതന്യം നിങ്ങളിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. തമ്പുരാൻ നന്ദി പറയാം. അതോടൊപ്പം തന്നെ പോപ്പുലർ മിഷൻ ധ്യാനം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വലിയ അനുഗ്രഹ ദിനങ്ങളാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പല ഇടവകളിലും ഇതുപോലെ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നു. ഇനിയും 2-3 ധ്യാനം കൂടെ നടക്കാനുണ്ടെന്ന് എനിക്കറിയാം. വലിയ അനുഗ്രഹമാണ്, ദൈവകൃപയുടെ നിമിഷമാണ്. പ്രത്യേകിച്ച് വിൻസെൻഷൻ വൈദികരോട് നമുക്കുള്ള വലിയ നന്ദിയും കടപ്പാടും നമുക്ക് അറിയിക്കാം. പ്രത്യേകിച്ച് മാരിപ്പാട്ട് അച്ഛനും ഇവിടെയുണ്ട്, പയ്യപ്പള്ളി അച്ഛനുണ്ട്, അതുപോലെ എല്ലാ തടത്തിലച്ഛനൊക്കെ ഉണ്ട്. അച്ഛന്മാരെല്ലാം ഇവിടെയുണ്ട്. അവരുടെ ഏറ്റവും വലിയ ശുശ്രൂഷകരൊക്കെ ഈ വേദിയിൽ നിന്ന് കാണും. വലിയൊരു അനുഗ്രഹമാണ്. കറുകുറ്റി എനിക്ക് തോന്നുന്നു ഇത്രയും പേരുടെ സാന്നിധ്യം കൂടെ അനുഗ്രഹമാണ്. മറ്റിടങ്ങളിലൊന്നും ഇത്രയും പേര് ഒന്നിച്ചുണ്ടായിരുന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ രീതിയിൽ അവർ നിങ്ങളെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആത്മീയ നേതൃത്വം നൽകിയിട്ടുണ്ട്. വിൻസെൻഷൻ സന്യാസ സമൂഹത്തോടും പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ എല്ലാ ടീമുകളോടുമുള്ള വലിയ നന്ദിയും അതിരൂപതയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് അവർക്കിഷ്ടമായി എന്നുള്ളൊരു സൂചനയാണ് മനോഹരമായ കൈയടി വെച്ച്.
അപ്പോൾ ഒരിക്കൽ കൂടെ നന്ദി നേരുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഓർക്കണം, നമ്മളെന്നും ആരുടെ കൂടെ നടക്കണം? ഒറ്റ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. തമ്പുരാൻ അനുഗ്രഹിച്ചുകൊള്ളും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണെൻ ജീവിതം. പാടി. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണെൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമീശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇപ്രമൽ രക്ഷകൻ വേറെയും വീഴൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖമാണിനും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പോര വാക്കുകൾ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പോര വാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇപ്രമൽ രക്ഷകൻ വേറെയും വീഴൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആരാധനയ്ക്ക് യോഗ്യനേ ഞങ്ങൾ ഈശോയിലേക്ക് നോക്കി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. എല്ലാവരും ചേർന്ന് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വലിയ വിശ്വാസത്തോടെ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. എല്ലാവരും ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. കർത്താവിന്റെ ആത്മാവ് നിന്നിൽ നിറയണമെങ്കിൽ നീ പരിശോധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നിന്റെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവ് കിടപ്പുണ്ടോ? ഉണങ്ങാത്ത മുറിവ് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകത്തിന് വന്ന് നിറയാനായിട്ട് സാധിക്കില്ല. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ മുറിവ്, ദ്രോഹിക്കപ്പെട്ടതിൻ്റെ മുറിവ്, അപമാനിക്കപ്പെട്ടതിൻ്റെ മുറിവ്, നഷ്ടം സംഭവിച്ചതിൻ്റെ മുറിവ്, പരാജയം സംഭവിച്ചതിൻ്റെ മുറിവ്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും മുറിവിൻ്റെ അവസ്ഥകൾ നിന്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ
മുറിവുകളെ ഏറ്റെടുക്കുകയും മുറിവുകളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് ആ മുറിവുകളെല്ലാം കൊടുക്കണം. ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. നിന്റെ ഓർമ്മയുടെ തലങ്ങളിൽ, ഇന്നലകളിൽ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെയോ ദ്രോഹിക്കപ്പെട്ടതിൻ്റെയോ അപമാനിക്കപ്പെട്ടതിൻ്റെയോ നഷ്ടം സംഭവിച്ചതിൻ്റെയോ പരാജയം സംഭവിച്ചതിൻ്റെയോ മുറിവുകൾ കിടപ്പുണ്ടെങ്കിൽ ഈശോയെ ആ മുറിവുകളെല്ലാം ഇതാ ഈ നിമിഷം നിന്റെ മുറിവിനോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. സകല മുറിവുകളെയും ഏറ്റെടുത്ത് സകല മുറിവുകൾക്കും സൗഖ്യം നൽകി ഇനി ഒരിക്കലും മുറിവ് കൂടാതെ ജീവിക്കാൻ ശക്തി തരുന്ന കർത്താവ് തൻ്റെ ആത്മാവിനെ നിനക്ക് തരും. ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടി നിന്റെ ഓർമ്മയുടെ ചിന്തയുടെ തലത്തിൽ ഈ പറഞ്ഞതായ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളുണ്ടെങ്കിൽ അവയെല്ലാം ഈ നീട്ടിയ കരങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് എല്ലാവരും വിളിച്ചോ, ഈശോയെ ഈശോയെ ഈശോയെ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, സ്വരമയത്തി പാടുക. ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. കരമുയർത്തി കൈയടിച്ച് കർത്താവേ ആരാധിക്കും നിന്നാമം, സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം, സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. ആരാധന ആരാധന തിരുവോസ്വരൂപന് ആരാധന. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ ജോർജ് വാത്തികുളം, കറുറ്റി സെൻറ്റ് സേവേഴ്സ് പള്ളിയിലെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ 4 സെക്ടറുകളിൽ സെൻറ്റ് സേവേഴ്സ് സെൻറ്ററിലെ കോർഡിനേറ്ററാണ്. ഞങ്ങളുടെ സെൻറ്ററിൽ 300-ലധികം കുടുംബങ്ങളാണ് ധ്യാനിക്കാൻ വന്നത്. ഏകദേശം 750ഓളം പേര് മിക്ക ദിവസങ്ങളിലും തന്നെ ഉണ്ടായിരുന്നു. മഴ ചെറിയൊരു ശല്യം ചില ദിവസങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും ഒരുവിധം തന്നെ ഒരു 90% ആളുകളും വന്ന് ധ്യാനം കൂടി. ധ്യാനത്തിൻ്റെ അവസാന ദിവസമായപ്പോഴേക്കും ആളുകൾക്കെല്ലാവർക്കും ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. അവർ പലരും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ജോജോ അച്ഛനായിരുന്നു ഞങ്ങളുടെ സെൻറ്ററിൽ ക്ലാസ്സുകൾ എടുത്തതും
അതോടൊപ്പം റോബിനച്ഛനും ബിജു അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ക്ലാസ്സുകൾ വളരെ ഗംഭീരമായിരുന്നു. എല്ലാവർക്കും ഒരു ആത്മീയ ഉണർവ് നൽകിയ ഒരു പ്രസംഗവും ഒരു ധ്യാനം ആയിരുന്നു അത്. എല്ലാവരും കുർബാനയെപ്പറ്റിയും മറ്റെല്ലാ കാര്യങ്ങളെപ്പറ്റിയും വിശദീകരിച്ച് തരികയും ആളുകൾക്ക് എല്ലാവർക്കും ഒരു ആത്മപരിശോധന നടത്തി ഒരു പുതിയ ജീവിതം തുടങ്ങുവാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ സിസ്റ്റർ ബ്രിജിറ്റ്, കറുകുറ്റി ഫൊറോന ഇടവകയിലെ തിരുഹൃദയ CMC മഠത്തിൻ്റെ സുപ്പീരിയറായി സേവനം ചെയ്തു വരുന്നു. ഈ ദിനങ്ങളിൽ ഇവിടെ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം ദൈവജനത്തിന് ഏറെ നന്മകൾ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചോര ചിന്തി ക്രിസ്തു നേടിയെടുത്ത രക്ഷ ഏവരും അനുഭവിക്കണം, അത് സ്വന്തമാക്കണം എന്ന ലക്ഷ്യത്തോടെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ സഹവികാരിമാരുടെ സഹകരണത്തോടെ ഇടവക ഭാരവാഹികളുടെ സഹായത്തോടെ നടന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഏറെ വിജയകരമായിരുന്നു. ഗാർഹിക സഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളുടെ വിശുദ്ധീകരണം തന്നെയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ എല്ലാ അപകടങ്ങൾക്കുമുള്ള മറുമരുന്ന് എന്ന് ഈ ധ്യാനത്തിലൂടെ എനിക്ക് അനുഭവിക്കാനായിട്ട്. കാരണം മഴയെയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ഓരോ ദിനങ്ങളും പിന്നിടുമ്പോഴും ദൈവജനം ഈ സെൻറ്റ് സേവ്യർ നഗറിൽ ഒന്നിച്ചുകൂടുകയുണ്ടായി. വിശുദ്ധ കുമ്പസാരത്തിനണയുവാനും പരസ്പരം ക്ഷമിച്ച് ആത്മീയ കൃപകൾ സ്വീകരിക്കുവാനും ദൈവമക്കൾക്ക് കഴിഞ്ഞു എന്നത് വലിയ സന്തോഷത്തോടെ ഞങ്ങളേവരും നോക്കിക്കാണുകയായിരുന്നു. എൻ്റെ പേര് ദിവ്യ മാർട്ടിൻ. കറുകുറ്റി ഇടവകയുടെ KCM സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ ഇടവകയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം തികച്ചും ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി യുവജനങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുകയും അതോടൊപ്പം അവർക്ക് ദൈവികമായ ഒരു ഉണർവ് ലഭിക്കാൻ ഈ ധ്യാനം സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം യുവജനങ്ങൾ ഒരിടവകയിൽ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്നും അവർ നേതൃത്വ നിരയിലേക്ക് എങ്ങനെ കടന്നു വരണമെന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. ഈ ധ്യാനത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഫാദർ ആൻ്റണി പൈപ്പിളിക്കും ഫാദർ തോമസ് അച്ഛനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ് പോൾ ഡേവിസ്. ഞാൻ സെൻറ്റ് സേവിയസ് ഫൊറൈൻ ചർച്ച് കറുകുറ്റി ഇടവക അംഗമാണ്. കൂടാതെ ഞാൻ അൾത്താര ശുശ്രൂഷയുടെ പ്രതിനിധിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഇടവകയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം വലിയൊരു ആത്മീയ അനുഭവമായിരുന്നു. ഈ ധ്യാനത്തിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. കുടുംബ പ്രാർത്ഥനയുടെയും പരിശുദ്ധ കുർബാനയുടെയും പ്രാധാന്യവും അതുപോലെ തന്നെ മാതാപിതാക്കളോടും മുതിർന്നവരോടും എങ്ങനെ പെരുമാറണമെന്നും എല്ലാം വിൻസെൻഷ്യ വൈദികർ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. ഈ ധ്യാനം വളരെ നല്ല ധ്യാനമായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലത്തെ ധ്യാനത്തിൻ്റെ അവസരങ്ങൾ ഒന്നുകൂടിയും കിട്ടാൻ ആഗ്രഹിക്കുന്നു.